ഹായ് വെൽക്കം ടു ആദ്യാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ആദ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ ഇടും എന്നുള്ളത് എപ്പോഴും നമുക്കൊരു കണ്ടൻറ്റുള്ള ഒരു വീഡിയോ ഇടണമല്ലോ. അപ്പോൾ എന്തിടും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇപ്രാവശ്യം ഞാൻ എൻ്റെ കണ്ണിൽ കുറേ നമ്മളിപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്യാറില്ല എന്ന് വെച്ചാൽ ആരും നമ്മൾ DVD CD ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാം നമ്മളെ ഫ്ലാഷ് ഡ്രൈവിലുണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലുണ്ടാവും, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പറഞ്ഞ് അങ്ങനെയാണല്ലോ നമ്മൾ മിക്കം കാണുന്നത്. അപ്പോൾ ഈ CDകൾ വെച്ച് വല്ലതും ക്രാഫ്റ്റ് ഐഡിയാസ്, ഹോം ഡെക്കർ ഐഡിയാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടി. അപ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് ഹോം ഡെക്കർ അത്ര മനോഹരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് CD വെച്ചിട്ട്. അപ്പോൾ നമുക്ക് CD ആർട്ടിലേക്ക് കിടക്കാം. എനിക്ക് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ CD ഇറങ്ങുമ്പോഴത്തേക്ക്, പുതിയ സിനിമയുടെ CD ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ CD എടുക്കുന്നു, ഫിലിം കാണുന്നു. അങ്ങനെ കുറേ CDകൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും CDകൾ ഉണ്ടാവുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അറിയണമെന്നൊന്നുമില്ല, അറിയാത്തവർക്ക് പോലും ഇത് വളരെ മനോഹരമായിട്ട് ചെയ്യാം. നമുക്കൊരു വീട്ടിൽ വാൾ ഹാങ്ങിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത്, ഹോം ഡെക്കറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ചെയ്ത ഒരു ആർട്ട് നമുക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ പറയാതെ അറിയാലോ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. അപ്പോൾ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള CD. അപ്പോൾ നമ്മൾ ഈ CDകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഇതുണ്ടോ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ CD എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. അതായത് നമ്മൾ വിചാരിക്കുന്ന ഷേപ്പ് അത് കിട്ടില്ല, ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിനെ അതായത് 2 ലെയർ ആയിട്ടുള്ളതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നമ്മളെ കട്ടർ. അപ്പോൾ ഈ ഒരു ടൂള് വെച്ചിട്ട് ഇതേണ്ട ഇതേപോലെ ഈ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നല്ല കട്ടി കുറവായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിതൊക്കെ ഇങ്ങനെ ഓരോ CD എടുത്ത് ഞാനിങ്ങനെ 2 ലെയറാക്കി വെക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ പെറ്റൽ ഷേപ്പ് മാർക്ക് ചെയ്യാണ്. തിരിച്ച് വെച്ച് വരച്ചാൽ മതി. നിങ്ങൾക്ക് പെർമനൻറ്റ് മാർക്കറോ ജെൽ പെന്നോ ബോൾ പെന്നോ എന്ത് വേണേൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ ആദ്യം ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് പെറ്റൽ ഷേപ്പ് കിട്ടിയേണ്ടല്ലോ, ഇതേപോലെ പെറ്റൽ ഷേപ്പ് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിയിൽ ഞാനതിങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു CDൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഏകദേശം 4 പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. 3 ഏകദേശം അതേ ഷേപ്പിലുള്ള കിട്ടും. പിന്നെ ഒരെണ്ണം കുറച്ച് ചെറുതുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് സൈസിന് ചെറുതുള്ള പെറ്റൽസ് കൂടെ കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ ഏകദേശം ഒരു 30 കുറച്ച് വലിയ സൈസ് പെറ്റൽസും പിന്നെ ഒരു 12 ചെറിയ പെറ്റൽസും ഒരെണ്ണം സർക്കിൾ ഷേപ്പും, ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പെറ്റൽസും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ക്യാൻവാസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബുക്കിൻ്റെ ഒരു ചട്ടയാണ്, എൻ്റെ ഒരു ഡ്രോയിങ് ബുക്കിൻ്റെ കവർ ഷീറ്റാണ്. അപ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ടല്ലോ. അപ്പം ഇതിന് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് കൊടുക്കുകയാണ്. ആദ്യം ഞാൻ പാലറ്റിൽ പെയിൻറ്റ് എടുത്തിട്ടാണ് കൊടുത്തത്. വാട്ടറൊന്നും മിക്സ് ചെയ്യേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ. പിന്നെ ഞാൻ അങ്ങനെ തന്നെ കവറിൻ്റെ മുകളിൽ തന്നെ പെയിൻറ്റ് ഇട്ട് അങ്ങ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് വാട്ടർ മിക്സ് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്ലൈ കളർ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ ആദ്യം എവിടെയാണ് നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ഫെവിക്കോളാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ബെറ്റർ ഫെവിക്കോൾ കൊണ്ട് തന്നെ സ്റ്റിക്ക് ആവുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് ഗ്ലൂ. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഇത് എവിടെയൊക്കെ വെക്കണം എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് നോക്കി. അതിനുശേഷം ഓരോ പെറ്റൽസ് എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തു, അങ്ങനെ ഒട്ടിച്ചു. ഈ സർക്കിളിൻ്റെ, അതായത് ആ റൗണ്ട് ഷേപ്പിൻ്റെ തൊട്ടടുത്തൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് ചെറിയ പെറ്റൽസാണ്. ഓക്കെ, ബാക്കിയൊക്കെ ഏകദേശം ഒരേ സൈസ് പെറ്റൽസാണ്, കുറച്ച് വലുത്. അങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ഗ്ലൂ അപ്ലൈ ചെയ്ത് അങ്ങനെ ഡയറക്റ്റ് പിന്നെ അങ്ങനെ സ്റ്റിക്ക് ചെയ്തു പോയി. അപ്പോൾ ഇവിടെയൊക്കെ വലിയൊരു ഗ്യാപ്പ് അങ്ങ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ചെറിയ പെറ്റൽസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ ചെറിയ സർക്കിൾസ് കിട്ടാൻ വേണ്ടി നമ്മൾ പഞ്ചിങ് മെഷീൻ പഞ്ചറുണ്ടല്ലോ അത് വെച്ചിട്ട് അതിൻ്റെ സർക്കിൾസ് ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കുഞ്ഞ് റൗണ്ട് കിട്ടി. അതാ, അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡ്രോപ്പ് പോലെ അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് കുറച്ച് വലിയ സർക്കിൾ ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തു, സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ 3 കുഞ്ഞി സർക്കിൾസ് വെച്ചല്ലോ അതിൻ്റെ അടുത്ത് ഓരോ വലിയ സർക്കിളും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കും ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഒരു ബ്യൂട്ടിഫുൾ വാൾ ഹാങ്ങിങ് ആണ്. അപ്പം ഹോം ഡെക്കർ നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അപ്പോൾ ഞാനും ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്.
ഇതൊക്കെ എൻ്റെ വാളിലുള്ള ആർട്ടുകളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി വേറൊരു വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.